നിങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിൽ വട്ടത്തിലുള്ള സ്കിൻ റാഷസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതിനെയാണ് റിംഗ് വോം, ഫംഗൽ ഇൻഫെക്ഷൻ. നമ്മൾ ഡെർമറ്റോളജിസ്റ്റുമാർ ഇതിനെ ടീനിയ എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ ഡോക്ടർ ഇർഷാദ് അലി, കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ്, സ്കിൻ കെയർ സെൻറ്റർ, പെരിന്തൽമണ്ണ. നമ്മുടെ നാട്ടിൽ ഹ്യൂമിഡിറ്റി കൂടിയ ട്രോപ്പിക്കൽ ക്ലൈമറ്റാണ്. അതുകൊണ്ട് തന്നെ സ്വെറ്റിംഗ് കൂടുതലായിരിക്കും. ഇത്തരം കാലാവസ്ഥയിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷനാണ് ഫംഗൽ ഇൻഫെക്ഷൻ. മെയിൻലി ഇത് ഡെർമറ്റോഫൈറ്റ്സ് എന്ന ഫംഗൽ സ്പീഷീസ് ആണ് ഉണ്ടാക്കുന്നത്. ഇത് 3 തരത്തിലുണ്ട്: എപ്പിഡെർമോഫൈറ്റൻ, ട്രൈക്കോഫൈറ്റൻ, മൈക്രോസ്പോറം. ഇതാണ് ഫംഗൽ ഇൻഫെക്ഷൻ ദേഹത്ത് ഉണ്ടാക്കുന്ന കാരണമായിട്ട് പറയാനുള്ളത്. നമ്മുടെ ശരീരത്തിൻ്റെ തലമുടി മുതൽ കാലിൻ്റെ വിരൽ വരെ ഏത് ഭാഗത്ത് വേണമെങ്കിലും നമുക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാവാം. ഓരോന്നിനും ഓരോ പേരുണ്ടെന്ന് മാത്രം. നമ്മുടെ തലമുടിയിൽ ബാധിക്കുകയാണെങ്കിൽ അതിന് പീഡ്ര എന്ന് പറയും. അതന്നെ വൈറ്റ് പീഡ്ര ഉണ്ട്, നമുക്ക് ബ്ലാക്ക് പീഡ്ര ഉണ്ട്. പിന്നെ നമ്മുടെ തലേൻ്റെ സ്കിന്നിൽ, അതായത് സ്കാൽപ്പിൽ ബാധിക്കുകയാണെങ്കിൽ അതിന് ടീനിയ കാപ്പിറ്റീസ് എന്ന് പറയും. ഇനി നമ്മളെ മുഖത്താണ് ബാധിക്കുന്നുണ്ടെങ്കിൽ അതിന് ടീനിയ ഫേഷി എന്നാണ് പറയാറുള്ളത്. ഇനി നമ്മുടെ മുഖത്തേക്ക് നിന്ന് മാറിയിട്ട് നമ്മുടെ ദേഹത്ത് വരികയാണ്, നമ്മുടെ ചെസ്റ്റിൽ, ബാക്കിൽ, നമ്മുടെ ദേഹത്തിൻ്റെ മറ്റുള്ള ഏരിയകളൊക്കെ വരികയാണെങ്കിൽ അതിന് ടീനിയ കോർപ്പോറിസ് എന്ന് പറയും. ഇനി നമ്മുടെ കൈയിന് ബാധിക്കുകയാണെങ്കിൽ അതിന് ടീനിയ മാനം എന്ന് പറയും. നമ്മുടെ നഖത്തിന് ബാധിക്കുകയാണെങ്കിൽ ടീനിയ അംഗം എന്ന് പറയും. ഇതിനെ ഒണൈക്കോമൈക്കോസിസ് എന്ന പേരിലും അറിയപ്പെടും. ഇനി വളരെ കോമൺ ആയിട്ട് കാണും നമ്മുടെ ഗ്രോയിൻ, അതായത് നമ്മുടെ കാലിൻ്റെ മടക്കിൽ അഴഭാഗത്ത് കാണുന്നതിന് ടീനിയ ക്രൂറിസ് എന്ന് പറയും. മറ്റൊരു പേര് ഇതിന് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു പേരുണ്ട്, അതിന് ഡോബിസിച്ച് എന്നൊക്കെ പറയുന്ന മറ്റൊരു പേരും കൂടിയുണ്ട്. ഇനി കാലിലേക്ക് വരികയാണെങ്കിൽ അതിന് ടീനിയ പീഡിസ് എന്ന് പറയും. ഇത്തരം ഫംഗൽ ഇൻഫെക്ഷൻ ദേഹത്ത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ എന്താണ് ചെയ്യാറുള്ളത്? അവർ ഡോക്ടറെ കാണിക്കുന്നതിന് പകരം ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് അതിൻ്റെ റെമഡി വാങ്ങും, അതായത് അതിൻ്റെ മരുന്ന് വാങ്ങും. മെഡിക്കൽ സ്റ്റോറിന് ഇതിന് കിട്ടുന്ന മരുന്നുകളിൽ അടങ്ങിയിട്ടുള്ളത് 2, 3 അല്ലെങ്കിൽ 4 കണ്ടന്റുകളുള്ള മരുന്നായിരിക്കും. ഇതിലെല്ലാം കോമൺ ആയിട്ട് അടങ്ങിയിട്ടുള്ള ഒരു കണ്ടന്റാണ് സ്റ്റിറോയിഡ് എന്നുള്ളത്. ഈ സ്റ്റിറോയിഡ് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഫംഗൽ ക്രീം പുരട്ടി കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ വലിപ്പം കൂടാന്നല്ലാതെ അസുഖം ഒരിക്കലും മാറുന്നില്ല. അതായത് 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്ന അസുഖം ഒരു മാസം കഴിഞ്ഞാൽ അത് 15 20 സെൻറ്റിമീറ്റർ ആയിട്ടുണ്ടാവും. മറ്റൊന്ന് നമ്മുടെ സ്കിന്ന് ഡാമേജ്ഡ് ആയിരിക്കും. നമ്മുടെ സ്കിന്നിൽ അട്രോഫി, സ്ട്രെച്ച് മാർക്ക്, ഇത്തരം പാടുകളൊക്കെ വന്നു തുടങ്ങും. മൂന്നാമത്തേത് ഫംഗൽ റെസിസ്റ്റൻസ് ആണ്. ഫംഗൽ റെസിസ്റ്റൻസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് കാലം സ്റ്റിറോയിഡ് അടങ്ങിയ ക്രീം പുരട്ടി കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്ത് നിങ്ങൾ നല്ലൊരു ഡോക്ടറെ കാണിച്ച് അവർ നല്ല ക്രീം തന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ഫംഗൽ ഇൻഫെക്ഷൻ ആ മരുന്നിനോട് പ്രതികരിക്കുകയില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫംഗൽ ഇൻഫെക്ഷൻ്റെ മെയിൻ കാരണം ഒന്ന് സ്വെറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് നമ്മൾ കോട്ടൺ വസ്ത്രം ഇടുന്നതാണ് നല്ലത്. ദിവസം 1 തവണയെങ്കിലും, പറ്റുകയാണെങ്കിൽ 2 തവണ കുളിക്കുക. മറ്റൊന്ന് നമ്മുടെ ഡ്രസ്സുകൾ, നമ്മുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ്, അത് ചീർപ്പായിക്കോട്ടെ, നമ്മുടെ ടവലായിക്കോട്ടെ, എന്ത് വന്നാലും നമ്മൾ മറ്റുള്ള ആൾക്കാരോട് ഷെയർ ചെയ്യരുത്. പ്രത്യേകിച്ച് ഹോസ്റ്റലിലുള്ളവർ ശ്രദ്ധിക്കുക. അതേപോലെ ജിമ്മ് യൂസ് ചെയ്യുന്നവരൊക്കെ ഈ കാര്യം മെയിൻലി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ വളരെ ഈസി ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് നമ്മൾ തെറ്റായ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ്. സോ നിങ്ങൾക്കൊരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് നിങ്ങൾ എളുപ്പമുള്ള റെമഡീസ് എടുക്കുന്നതിന് പകരം നിങ്ങൾ അടുത്തുള്ള നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് തേടുന്നതാണ് ഏറ്റവും ഉചിതം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത്തരം സ്കിൻ റിലേറ്റഡ് വീഡിയോ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ സ്കിന്നിനെ പറ്റി അറിയാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യുക. സോ ഫോർ മോർ സ്കിൻ ടിപ്സ്, സ്റ്റേ ട്യൂൺഡ്. ഹാവ് എ നൈസ് ഡേ. ബൈ.